നമസ്കാരം. നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വാക്യൂം ക്ലീനർ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കുമല്ലോ. പക്ഷേ ഇതൊരു വാക്യൂം ക്ലീനർ അല്ല, കംപ്രസ്ഡ് എയർ ഡസ്റ്റർ ആണ്. അതായത് ബ്ലോവർ ആണിത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, ഈ പ്രൊഡക്റ്റിനോടൊപ്പം എന്തൊക്കെ അക്സസറീസ് വന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഉപയോഗം എന്താണ്? അതായത് നമുക്ക് വാക്യൂം ക്ലീനർ ആണെന്നുണ്ടെങ്കിൽ അഴുക്കൊക്കെ വലിച്ചെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ ഇത് വാക്യൂം ക്ലീനറിന്റെ ഫംഗ്ഷൻ ഇതിന്റെ അകത്തില്ല. ഇത് ബ്ലോവർ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് നമുക്ക് ഉപയോഗം, വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഇത് വാങ്ങിയിട്ട് കാര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്, കംപ്രസ്ഡ് എയർ ഡസ്റ്റർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇനി ഇതിനോടൊപ്പം എന്തൊക്കെ അക്സസറീസ് ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഫ്ലാറ്റ് നോസിലാണ്. ഫ്ലാറ്റ് നോസിൽ മാത്രമല്ല, ഇതിനോടൊപ്പം ഒരു ബ്രഷ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്രഷിന്റെ ആവശ്യമുള്ള ഇടങ്ങളിൽ വളരെ ഈസി ആയിട്ട് ഇതേപോലെ ഫ്രണ്ടിലേക്ക് ഒന്ന് ആമക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രഷും കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഒരു റൗണ്ട് നോസിലാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ടാർഗറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഫോം ഫിൽറ്റർ ആണ്. 2 ഫോം ഫിൽറ്റർ എക്സ്ട്രാ വരുന്നുണ്ട്. ഓൾറെഡി ബ്ലോവറിൽ ഒരു ഫോം ഫിൽറ്റർ ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതായി കാണുന്നത് ഇൻഫ്ലേറ്റ് ഹെഡ് ആണ്. അതായത് ഒരു കണക്ടർ ആണ്. നമുക്ക് ചെറിയ നോസിൽസ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ ഒരു ഇൻഫ്ലേറ്റ് ഹെഡ് മെഷീനിലേക്ക് കണക്ട് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് ഇതേപോലെയുള്ള ചെറിയ നോസിൽസ് ഇതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ കാണുന്നത് ഇൻഫ്ലേറ്റബിൾ നോസിൽസ് ആണ്. 3 നോസിൽസ് ഒരെണ്ണത്തിൽ കണക്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും ഐറ്റംസിനോടൊപ്പം ഒരു യൂസർ മാനുവലിലൂടെ ബോക്സിൽ ലഭിച്ചു. ഇനി പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 വാട്ട്സിന്റെ 100% കോപ്പർ മോട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ പോർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. 2 സ്പീഡ് സെറ്റിംഗ്സ് ഇതിൽ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് സ്പീഡ് സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാം. ഇതിന്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ 500 വാട്ട്സും ലോ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ 260 വാട്ട്സും ആണ്. ഹൈ സ്പീഡിൽ മോട്ടറിന്റെ RPM 48,000 ആണ്. ലോ സ്പീഡിൽ മോട്ടർ RPM 30,000 ആണ്. ഹൈ സ്പീഡിൽ ഇതിന്റെ ബ്ലോവർ പ്രഷർ 18 kPa ആണ്. ലോ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ 9 kPa ബ്ലോവർ പ്രഷർ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. ഇത്രയും ചെറിയ ബ്ലോവർ ആയതുകൊണ്ട് ഇതൊരു കോർഡ്ലെസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് കോർഡ്ലെസ് അല്ല. 3 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കേബിൾ ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ യൂണിറ്റിന്റെ ഓവർവ്യൂ ഒന്ന് നോക്കാം. ബ്ലാക്ക് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഹാൻഡിലായിട്ട് അകാരോട് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലിന് ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഈ സ്വിച്ചിലാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഓൺ ഓഫ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഇത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓൺ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ലോ സ്പീഡിലേക്ക് മാറും. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡിലേക്ക് മാറും. അപ്പോൾ 2 സ്പീഡ് സെറ്റിംഗ്സ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഈ ഹാൻഡിലിന്റെ താഴെയായിട്ടാണ് ഇതിന്റെ പവർ കേബിൾ നൽകിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ കളർ റിങ്ങിനകത്തായിട്ടാണ് സോഫ്റ്റ് ഫിൽറ്റർ നൽകിയിട്ടുള്ളത്. ഈ ഫിൽറ്റർ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഫിൽറ്റർ ഊരാനായിട്ട് ഈ ഒരു മെഷീന്റെ ഒരു ഭാഗവും ഊരേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫിൽറ്ററും ഊരിയെടുക്കാനായിട്ട് പറ്റും. ഫിൽറ്റർ നമുക്ക് എക്സ്ട്രാ 2 കൂടി ഇതിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. ഒരെണ്ണം അഴുക്കാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫ്ലേറ്റർ ഹെഡ് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്മോൾ നോസിൽസ് ഒക്കെ ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹെഡ് ആണ്. ഇതൊരു കണക്ടർ ആണ്. ഇതിലേക്കാണ് നമ്മൾ ഈ ചെറിയ നോസിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വലിയ നോസിൽ, അതായത് ഫ്ലാറ്റ് നോസിലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആ ഒരു കണക്ടറിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് മെഷീനിലേക്ക് ഈ രീതിയിൽ ഫ്ലാറ്റ് നോസിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എവിടേക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ആദ്യമായിട്ട് നമുക്കിത് ഉപയോഗം വരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ വീടിന്റെ വിൻഡോസ് ഉണ്ടല്ലോ, വിൻഡോസിലൊക്കെ ഒരുപാട് പൊടിയോ അഴുക്കൊക്കെ പിടിച്ചിരിക്കും. അപ്പൊ വിൻഡോ തുറന്നതിന് ശേഷം നമുക്ക് വെളിയിലോട്ട് ബ്ലോവർ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഡസ്റ്റും അഴുക്കും ആ ചെലന്തി വല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ വീട്ടിനകത്ത് എന്തെങ്കിലും ക്ലീനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നത്, നമ്മൾ ഇത് വെച്ചിട്ട് ഇത് സെക്ഷൻ ചെയ്യുന്നില്ലല്ലോ, ഇത് വെളിയിലോട്ട് കാറ്റടിച്ച് അഴുക്കിനെ പറത്തി വിടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് വീടിനകത്ത് വെച്ചിട്ട്, ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു മെഷീൻ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് വീടിനുള്ളിൽ വെച്ച് ചെയ്യാതെ ഇത് വെളിയിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ പൊടിയും കാര്യങ്ങളും എല്ലാം കൂടെ അടിച്ച് വീടിനകത്ത് വീണ്ടും വരും. അത് ക്ലീൻ ചെയ്യാൻ നമ്മൾ അതിന്റെ പുറകെ വീണ്ടും പോകേണ്ടി വരും. അതിലും നല്ലത് വെളിയിൽ വെച്ച് തന്നെ മാക്സിമം ക്ലീനിങ് ഇത് ഉപയോഗിച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള നോസിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ നോസിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഡീപ്പായിട്ട് തന്നെ ഈ ഒരു നോസിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ വിൻഡോസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിൽ മറ്റേതെങ്കിലും ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് നോസിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫ്ലാറ്റ് നോസിലിന്റെ അടുത്തൊരു ബ്രഷ് നൽകിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച്
ഇളക്കാനും അതിനുശേഷം അതിനെ അടിച്ചു പറത്തി കളയാനും സാധിക്കുന്നതാണ്. ഈ കാണുന്ന നോസിൽ, അതായത് 3 നോസിൽസ് ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇൻഫ്ലേറ്റ് നോസിൽ എന്നാണ് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യാം, പില്ലോ, ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ബെഡ്സ്, സ്വിമ്മിംഗ് റിങ്സ്, അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള നോസിൽസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി ഈ പ്രൊഡക്റ്റിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബിൽഡ് ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. പവർ കോഡിൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള കേബിൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു പ്രൊഡക്റ്റ് വീട്ടിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യം വരാം. ഈ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ ക്ലീൻ ചെയ്യാനോ, ലാപ്ടോപ്പ് ക്ലീൻ ചെയ്യാനോ, കീബോർഡ് ക്ലീൻ ചെയ്യാനോ, വിൻഡോ ക്ലീൻ ചെയ്യാനോ, ടേബിൾ ഫാൻ ക്ലീൻ ചെയ്യാനും അതേപോലുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇൻഫ്ലേറ്റർ ആയിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആമസോണിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 2997 രൂപ, അതായത് 3000 രൂപയുടെ താഴെ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇതൊരു വാക്യൂം ക്ലീനർ അല്ല. അതായത് സക്ഷൻ ചെയ്ത് പൊടിയോ അഴുക്കോ ഒന്നും വലിച്ചതിനകത്തേക്ക് എടുക്കത്തില്ല. ഇതൊരു ബ്ലോവർ ഫംഗ്ഷൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഡസ്റ്റ് കണ്ടെയ്നറോ കളക്ടറോ ഒന്നും തന്നെ ലഭിക്കുന്നുമില്ല. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് ഇരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.